കം ഓൺ. സോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് റൂം ടൂർ ആണ്. സോ നമുക്ക് എന്തായാലും ഇവിടെ എന്തൊക്കെ പരിപാടി ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ റൂം വന്നിട്ട് 3 പേർക്കുള്ള റൂമാണ്. ആൻഡ് റൂംമേറ്റ്സിനെ ഞാൻ കാണിക്കുന്നില്ല ബിക്കോസ് ഒരു കുറച്ച് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ എന്തായാലും അവരെ കാണിക്കുന്നില്ല. സോ എന്തൊക്കെയാണ് പരിപാടി എന്ന് ഞാനിപ്പോൾ പറയാം കേട്ടോ. ഇവിടെ നിന്ന് തുടങ്ങാം. ഇവിടെയാണ് ഞങ്ങളുടെ കബോർഡ്സ് ഉള്ളത്. സോ ഇവിടെ 3 കബോർഡുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ, അത് രണ്ടൊന്നും ഞാൻ കാണിക്കില്ല. അപ്പോൾ നമ്മളിവിടെ എപ്പോഴും ലോക്ക് ചെയ്തിട്ടേ പോകുള്ളൂ. അപ്പോൾ ഞാൻ ചുമ്മാ എൻ്റെ കബോർഡിൻ്റെ കുട്ടി ഗ്ലിംസ് കാണിച്ചു തരാം. കാര്യം പറഞ്ഞുതരാം എന്താന്ന്. കമോൺ. കുറച്ച് ചില്ലറ ഐറ്റംസ് ഉണ്ട്. ഞാൻ പിന്നെ ഈ സാധനം ഞാൻ തുറക്കാം. ഇവിടെ എൻ്റെ ബാഗ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഈ ഓർഗനൈസേഴ്സ്. ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര ഓർഗനൈസ് ചെയ്യാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. സോ ഞാൻ ഇത് വാങ്ങിയതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. പിന്നെ ഇവിടെ ഒരു റോഡും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഐറ്റംസ്. ഓക്കെ, അല്ലാതെ കാണിക്കട്ടെ. ഇവിടെ ഭയങ്കര അലമ്പായിട്ടാണ് ഇരിക്കുന്നത്. കാരണം എൻ്റെ ഉള്ളിൽ കണ്ടല്ലോ, ബാക്കിയൊക്കെ വരുന്നത് നമ്മൾ ഇതിന് വേണ്ടി ഇപ്പം തന്നെ സെറ്റ് ചെയ്തതാണ്. എൻ്റെ 2 റൂംമേറ്റ്സും ഭയങ്കരധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും ഇത് എൻ്റെ ഫസ്റ്റ് റൂംമേറ്റിൻ്റെ ബെഡ്. അവളുടെ ഒരു കുട്ടി ടെഡി ബെയർ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ലോണ്ടറി ബാഗ് എന്തായാലും നിങ്ങളൊരു ഹോസ്റ്റലിൽ വരികയാണെങ്കിൽ മറക്കാണ്ട് കൊണ്ടുവരേണ്ട ഒരു ഐറ്റമാണ്. ഓക്കെ. പിന്നെ ഇതാണ് നമ്മുടെ ടേബിൾ. ഈ ടേബിൾ ഞാനല്ല ഉപയോഗിക്കുന്നത്, അവളുടെ ടേബിളാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഉള്ള ലാപ്ടോപ്പ് ഞങ്ങളുടെ 4 പേരുടെയും കുപ്പി നല്ല മനോഹരമായിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നല്ല സാധനം ഇരിക്കുകയാണ്, അത് വേറെ കഥ. പിന്നെ ഇവിടെ ഒരു ഡ്രോ ഉണ്ട്, അതും ഞാൻ കാണിക്കില്ല. അപ്പോൾ ഇത്രയാണ് ഒരാളുടെ സ്ഥലം. പിന്നെ ഒരു ചെയർ ഉണ്ട് ഇവിടെ. ആൻഡ് ഇനി നമുക്ക് ഇങ്ങോട്ട് വന്നാൽ അടുത്ത ഐറ്റത്തിൻ്റെ ബെഡ്. ഓക്കെ, ഇത് അവളുടെ ബെഡ്. ഇവിടുത്തെ ഇതൊക്കെ ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ. അതൊന്നും ഇങ്ങനെയല്ല, അതൊക്കെ വെറും ഇമാജിനറി സിറ്റുവേഷൻ മാത്രമാണ്. ആൻഡ് ഇവിടെ വരുമ്പോൾ ഇതാണ് എൻ്റെ സൈഡ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എൻ്റെ സൈഡാണെന്നുള്ളത്. ഓക്കെ, ഇവിടെ എൻ്റെ ലാപ്ടോപ്പ് വെച്ചിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ലാപ്ടോപ്പ് ഉണ്ട്. ഇവിടെ എൻ്റെ ഒരു എക്സ്റ്റൻഷൻ കേബിൾ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. റീസൺ ലാപ്പ്, ഫോണ്, ഇതൊക്കെ ചാർജ് ചെയ്യാനൊക്കെ ആവശ്യം വരും. സോ ഇമ്പോർട്ടൻ്റാണ്. പിന്നെ ഇവിടെ എൻ്റെ ഭംഗിയായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും നല്ലതിരിക്കാറ്, അത് വേറെ സത്യം. ഇവിടെ നിന്ന് ഇങ്ങനെയൊന്നും വെക്കുന്നത് എനിക്കൊന്നും അറിയില്ല. ഓക്കെ. പിന്നെ ഇവിടെ നമ്മുടെ അല്ലറ ചില്ലറ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതാണ്. ഇവിടെ ഒരു ഡ്രോ ഉണ്ട്, ഇവിടെ ഒരു ചെയർ ഉണ്ട്. പിന്നെ ഇവിടെയാണ് എൻ്റെ ആസ്ഥാനം. ഇവിടെ ഇതും ഇങ്ങനെ നല്ല കിടക്കാറ്. ഞാനിപ്പോൾ ഇതിന് ഭംഗിക്ക് വേണ്ടി വെച്ചിട്ടുള്ളതാണ്. സ്റ്റിൽ ഇവിടെ എൻ്റെ ബെഡ്ഷീറ്റ്, എല്ലാ വീട്ടിലും ഉണ്ടാവുന്ന പോലത്തെ കുറച്ച് ഐറ്റംസ്. പിന്നെ ഇതിൻ്റെ താഴെ ഞാൻ പഴയ കുറച്ച് സ്യൂട്ട് കേസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആൻഡ് പിന്നെ ഇവിടെ നല്ല വിശാലമായ ബെഡ്റൂം അല്ലല്ലോ, എൻ്റെ പേര് എന്തായിരുന്നു? ഇതിൻ്റെ പേര് വിൻഡോ. ഓക്കെ, ഇത് വലിയൊരു വിൻഡോ ഒക്കെ ഉണ്ട്. എന്നിട്ട് ഞാനാണെങ്കിൽ നല്ല സൺലൈറ്റൊക്കെ വരും, പക്ഷെ നല്ല ചൂടുണ്ട് കേട്ടോ. ചൂടിൻ്റെ കാര്യം പറയാണ്ടിരിക്കുകയാണ്. ഇതായത് ഇപ്പം തന്നെ ഇതാ വലിച്ചു തുടങ്ങി. ഫാനൊന്നും ഇട്ടിട്ടില്ല, കാരണം നമുക്ക് ഇതല്ലോ. അപ്പോൾ ഞാൻ മൈക്കൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അപ്പോൾ ഇവിടെയാണ് ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കാറ്. ഈ ഒരു വാളിൽ ഇതൊന്നും ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. ഈ ബക്കറ്റുകളൊക്കെ നമ്മളിവിടെ നിർത്ത് മാറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും ഇങ്ങനെയല്ല ഇരിക്കാറ്. ഇവിടെ ഒരു വലിയൊരു ക്ലോത്ത് സ്റ്റാൻഡ് ഉണ്ട്, നമ്മൾ പുറത്ത് വെച്ചിട്ടുണ്ട്. ആ സ്റ്റാൻഡിൻ്റെ ലിങ്ക് ഞാൻ ഇടാം. കാരണം നിങ്ങൾ ഹോസ്റ്റലിൽ വരുവാണെങ്കിൽ എന്തായാലും ഒരു സ്റ്റാൻഡ് കൊണ്ടുവരാൻ മറക്കരുത്. കാരണം എന്താണ് അറ്റ്മോസ്ഫിയർ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ടൈമിൽ ഭയങ്കര അടിപൊളി ലൈറ്റാണ്. പക്ഷെ എൻ്റെ ഐഫോണൊന്നും അല്ലാത്തത് കൊണ്ടും എല്ലാം കൊണ്ടും അത് ആ ഒരു സാധനമൊന്നും ക്യാപ്ചർ ചെയ്യില്ല. അപ്പോൾ പിന്നെ അതാണ് പരിപാടി. ഇവിടെ ക്യാമറ വയ്ക്കും, ഞാനിവിടെ നിന്ന് ഷൂട്ട് ചെയ്യും. അങ്ങനെ പിന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഐറ്റം ഞാൻ ഈ വർഷം വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അത് നിങ്ങളെൻ്റെ വീട്ടിലുള്ള വീഡിയോസിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ട് അതൊക്കെ വളരെ ഭയങ്കര ഭംഗിയായിട്ടിരിക്കണം. ഓക്കെ. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ വാങ്ങിയതാണ്. ഇത്ര 1000 സംതിങ് എന്താണ് ഈ ഒരു സംഭവത്തിനായിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ അകത്തും ഇങ്ങനെ കുറച്ച്. പിന്നെ ഒരു ഡിസ്ക്ലെയിമർ എനിക്ക് പറയാനുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ കാണിച്ചു തരുമ്പോൾ എന്താണ് ഇങ്ങനെ വെച്ചിട്ടുള്ളതെന്ന് എനിക്ക് കമൻറ്റ് വേണ്ട. കാരണം എല്ലാവരുടെ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ചുമ്മാ ഓക്കെ. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ കുറച്ച് മാസ്ക് ഇതൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ എല്ലാം ഒന്നും കാണിക്കുന്നില്ല, സീക്രട്ടാണ്. ഓക്കെ. പിന്നെ ഇവിടെ കുറച്ച് ചില്ലറ അടുത്ത കച്ചറ. പിന്നെ ഇവിടെ അടുത്ത വയറ്, തേങ്ങ, മാങ്ങ സാധനങ്ങളൊക്കെ, ചാർജേഴ്സ് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എൻ്റെ ഹെയർ കെയർ മാങ്ങയല്ല ഹെയർ കെയർ അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ ഇതിൻ്റെ അകത്ത് എൻ്റെ മഗ്, കോഫി പൗഡർ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ പാല് കുടിക്കാറില്ല, ഷുഗർ കഴിക്കാറില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സ്റ്റീവിയയും കോഫി പൗഡറൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കൈവേദനയ്ക്കുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ. പിന്നെ ഇവിടെ എൻ്റെ മറ്റേ ഇവള് പറയണമല്ലോ സൊമാറ്റോ ഡെലിവറി ബാഗ് തൂങ്ങിയിട്ടുണ്ട്. ഞാൻ കോളേജിൽ പോകുമ്പോൾ കൊണ്ടുപോകാറുള്ള ബാഗാണിത്. ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ, ടോട്ട് ബാഗ്. അതിന് വന്നിട്ടില്ല. ഓക്കെ. പിന്നെ നമുക്കിത് ഇവിടെ ഒരു മിററുണ്ട്. ഇത്രയും വലിയ മിറർ ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് ഇതിൻ്റെ അകത്ത് ഞാൻ OTD ഒക്കെ എടുക്കാൻ നിന്നാൽ ഭയങ്കര ഭംഗിയായതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു സാഹസത്തിന് ഇതുവരെ മുതിർന്നിട്ടില്ല. പിന്നെ ഇവിടെ നമ്മുടെ
കുട്ടിക്കൊട അത് വെച്ചിട്ടുണ്ട്. മഴയൊന്നും ഇല്ലെങ്കിലും നല്ല ചൂടാണ്. പിന്നെ ഞാൻ പറയാൻ മറന്നു, ഇവിടെ എൻ്റെ ട്രൈപോഡ് നങ്ങിയൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്കെല്ലാം പിന്നെ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരാൻ പറ്റൂല, എല്ലാം ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരാൻ പറ്റില്ല. കാരണം ഞാനിവിടെ താമസിക്കുന്നത് കൊണ്ടും ഇവിടെ ബാക്കിയുള്ളവരുള്ളത് കൊണ്ടും നമ്മൾ നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചിട്ട് നമ്മളായിട്ട് വെറുതെ പണിയായിരുന്നു വാങ്ങാണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഞങ്ങളുടെ കുട്ടി പീക്കിരി റൂം ടൂർ. ഇത് കാണുമ്പോൾ വിചാരിക്കും 3 പേരെങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുന്നതെന്ന്. പക്ഷേ യെസ്, ആൻഡ് ഒരു ഇമ്പോർട്ടൻറ്റ് സാധനം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാനൊരു ഹുക്കിൽ എൻ്റെ ഡെയിലി പ്ലാനറൊക്കെ തൂക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഇന്നത്തെ ഡെയിലി പ്ലാനൊന്നുമല്ല കേട്ടോ. അയ്യോ, ഇത് കാണിക്കലേ, സീക്രട്ട് അറിയാണ്ടിട്ട് പോയ പേജാ. ഓക്കെ, എനിവേ, അപ്പോൾ ഇതാണ് എൻ്റെ ഡെയിലി പ്ലാനറൊക്കെ ഇവിടെ തൂക്കിയിട്ടുണ്ട്. എത്ര മണി തൊട്ട് ഇത്ര മണി എന്നൊക്കെ എഴുതി വയ്ക്കും. കാരണം അതിടുമ്പോൾ ഞാൻ കുറേയൊക്കെ വർക്ക് ആവുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇവിടെ വന്നതിന് പിന്നെ വീട്ടിലുള്ള അത്ര പോലെ പ്രൊഡക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യണില്ല. അവിടെ ആയിരുന്നപ്പോൾ ഞാൻ എല്ലാ വർക്കും ബിഫോർ സബ്മിഷൻ ഡേറ്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ അതൊന്നും നടക്കണില്ല എന്നുള്ളതാണ് പരമാർത്ഥമായ സത്യം. കാരണം ക്ലാസ്സിൽ നിന്ന് വരുന്നു, ഫുഡ് കഴിക്കുന്നു, ഡേ കഴിഞ്ഞു, പിന്നെ രാത്രിയായി 12 മണിക്കൊക്കെ കിടന്ന് ഉറങ്ങണേ. അപ്പോൾ ഈ 12 മണിയുടെ ഉറക്കമൊന്നും എനിക്ക് പറ്റുന്നില്ല. പിന്നെ ഇവിടുത്തെ ചൂട് അടിപൊളി ചൂടാണ്. നമുക്ക് എന്തായാലും എ സിക്ക് വേണ്ടിയിട്ട് ഇവിടെ എനിക്ക് തോന്നുന്നു 1 lakh സംതിങ് ആണ്. പക്ഷേ എനിക്ക് അതിനൊന്നും അത്ര വേർത്തായിട്ട് തോന്നുന്നില്ല. പിന്നെ നമ്മൾ അസിങ്ങാവും. പിന്നെ അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ റൂം ടൂറും പരിപാടികളും. സോ നിങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടി പിഗിരി റൂം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ പോലത്തെ കുറച്ച് കുട്ടി കാര്യങ്ങൾ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ആൻഡ് അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ആൻഡ് പലവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി, കോളേജിൻ്റെ പേരൊക്കെ ഞാൻ താഴെ ഇടാം. ഇനി ഞാൻ എല്ലാത്തിലും നിഫ്റ്റ് എന്ന് തള്ളി മറക്കണില്ല. ഓക്കെ, അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവരും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഒരു ആസ്പെക്റ്റ് കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ഹോസ്റ്റലിലേക്ക് മാറുകയാണെങ്കിൽ വേണ്ട കുറച്ച് സാധനങ്ങൾ കണ്ടല്ലോ. ഓക്കെ, സോ അതോടുകൂടി ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തില്ലെങ്കിൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. ആൻഡ് യെസ്, so with this I'm concluding and bye bye, take care.